സാരിയാണ്. അപ്പോൾ ഇന്നും ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവ് ആയിട്ട് ഇറങ്ങിയേക്കുവാണ്. വേറെ എവിടെയല്ല, നമ്മുടെ ഏറ്റുമാനൂരുള്ള ഹാങ് ഔട്ടിലാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? വായോ. ചക്കി ഒരു തമാശയ്ക്ക് കറങ്ങാൻ പോയാലോന്ന് ചോദിച്ചാണ്. ചെറുക്കനെ തങ്ങ് കാര്യമാക്കി എടുത്ത് ചക്കീനെ അങ്ങ് കറക്കി എടുത്തു കേട്ടോ. അപ്പോൾ അവൻ നേരെ വഴക്കുണ്ടാക്കി അവളെയും കൊണ്ട് ഇറങ്ങിയേ. അപ്പോൾ അതേ നമ്മൾ നേരെ ഹാങ് ഔട്ട്സിലെത്തി കേട്ടോ. ഇവിടെ എത്തുമ്പോഴേ യാതൊരു ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ കയറി ഫുഡ് കഴിക്കുന്നതിനേക്കാളും അവന് പ്രധാനത അവിടെ കയറി കളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറഞ്ഞ പോലെ വന്ന് നിന്നപ്പോൾ തൊട്ട് യാതൊട്ടിൻ്റെ കണ്ണ് പാർക്കിലേക്കാണ്. അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മുടിയൊക്കെ ചീകി മിനിക്കിതേ പാർക്കിലേക്ക് കടന്നിട്ടുണ്ട്. അതിൻ്റെ കടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഫോട്ടോയും വീഡിയോ എടുക്കുന്ന നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ പാർക്കിൽ കയറുന്നതിന് ഒരാൾക്ക് 100 രൂപയാണ്. അപ്പം നമ്മൾ പാസ്സൊക്കെ എടുത്ത് നേരെ കയറി കഴിഞ്ഞപ്പോഴത്തേനും യാദോട്ടൻ ആദ്യം തന്നെ ചെന്ന് കയറുന്നത് വണ്ടിയിലേക്കാട്ടോ. അവനൊരു വണ്ടിപ്രാന്തനാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അവൻ സെലക്ട് ചെയ്തത് ഈ ജീപ്പാണ്. ഇതിന് നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻ്റ് ആട്ടോ. ചേട്ടനടുത്ത് നിന്ന് ഓണാക്കേണ്ടതൊക്കെ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അതെടുത്തുകൊണ്ട് അങ്ങ് പൊറ്റൊരു പോക്കായിരുന്നേ. അപ്പോൾ ഓണാക്കി കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി എവിടെടാ പോകുന്നതെന്ന് അറിയത്തില്ല, ഒറ്റ പോക്കായിരുന്നു. പിന്നെ ഈ വണ്ടി തിരിച്ചു വരാൻ വേണ്ടി കുറേയധികം സമയമെടുത്തു കേട്ടോ. നമ്മൾ പിന്നെ സമയം പാഴാക്കാതെ അവിടെ ഇരുന്ന് കുറേ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതുവഴിയൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടു കേട്ടോ. കുറേ നേരം ഇരുന്നു, കുറേ നേരം നടന്നു. പിന്നെ ഇവൻ്റെ കളിയാണല്ലോ. ഇവനെ ഇതിനകത്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇറങ്ങണമെങ്കിൽ കുറേയധികം സമയമെടുക്കും. 1.5 മണിക്കൂറോളം നമ്മൾ അവിടെ ഉണ്ടായിരുന്നേ. ഇതൊക്കെ കണ്ടു, എന്ത് രസമല്ലേ കാണാൻ. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളാണല്ലോ അവിടെ ഇരുന്ന് പോകത്തില്ലേ. അപ്പോൾ വണ്ടിയൊക്കെ അവൻ തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് അവൻ അടുത്ത ഓരോരുത്തരും കയറാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഇവൻ ഇങ്ങനെ കയറുന്നത് കാണുമ്പോൾ എനിക്കൊരു പേടി ഉള്ളതുകൊണ്ട് ഞാൻ അടുത്തുനിന്ന് മാറാതെ നിൽപ്പുണ്ടേ. അവന് പേടിയില്ല. കയറുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട്. മാത്രമല്ല ഇവൻ്റെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ ഈ പാർക്കിൽ വന്നപ്പോൾ എനിക്ക് എന്നാ തോന്നിയെന്നറിയാം. അപ്പോൾ നമ്മൾ മൺചിത്രത്താഴിനകത്ത് ശോഭന പറയത്തില്ലേ, അയ്യോ എൻ്റെ കാശിമാല, അയ്യോ എൻ്റെ മാല എന്നൊക്കെ പറയുന്ന പോലെ യാദവൻ അയ്യോ അമ്മ ആ റൈഡ്, അമ്മ ഈ റൈഡ്, ഞാൻ എത്ര കയറും എന്നറിയത്തില്ലാതെ യാദവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഭയങ്കര ഓട്ടമായിരുന്നേ. വലിഞ്ഞുകയറ്റമെല്ലാം കഴിഞ്ഞ് നേരെ ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാവോ, അമ്മ എന്താ അമ്മൻ്റെ ഡ്രസ്സ് എടുക്കാതിരുന്നത്, അങ്ങനെയാണ് എനിക്ക് വാട്ടർ പൂളിനകത്ത് ഇറങ്ങാമായിരുന്നല്ലോ, സ്വിമ്മിങ് പൂളിനകത്ത് എന്നെ ഇറക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ കൊണ്ടുവന്ന് ഈ തണുപ്പത്ത് ഇങ്ങനെ പൂളിൽ ഇറക്കണ്ടല്ലോ എന്ന് ഓർത്താട്ടോ നമ്മൾ എടുക്കാതിരുന്നത്. അപ്പോൾ ദേണ്ടെ ഒരാൾ മാത്രമല്ലടാ, അതേണ്ട ഒരുപാട് വണ്ടികൾ ഓടുന്നുണ്ട് കേട്ടോ ഈ വഴി കൂടെ. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞാനും ചക്കി ഇതുവഴി ഇങ്ങനെ തേരാപ്പാല കുറേ നേരം നടന്നു കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ക്ലൈമറ്റായിരുന്നു, നല്ല അത്യാവശ്യം ചൂടൊന്നുമില്ലായിരുന്നു, നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റായിരുന്നേ. അപ്പോൾ ഇതുവഴി നടക്കാനും നല്ല രസമാണ്. ഇതുവഴി നടന്ന് ഇതൊക്കെ എന്താ നമുക്കിതൊന്നും കയറാൻ പറ്റാത്തത്, നമ്മൾ കൊച്ചു പിള്ളേരായിരുന്നെങ്കിൽ കയറായിരുന്നല്ലോ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ചക്കി പറഞ്ഞു കൊച്ചു പിള്ളേർക്ക് എന്താ, നമുക്ക് വേണം ഇത്തേ കയറാമല്ലോ എന്ന് പറഞ്ഞത് എന്നെ ഇത്തേ കയറ്റാൻ വേണ്ടി എന്നെ പിടിച്ചുകൊണ്ട് നിർത്തിയതാണ്. ഇതെങ്ങനെയാണ് കയറേണ്ടത് സംഭവം എനിക്ക് വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. അപ്പോൾ കൊച്ചും ചക്കയും കൂടി ഇങ്ങനെയാണ് കയറേണ്ടതെന്ന് എനിക്ക് കാണിച്ചും തന്നു. എൻ്റെ പൊന്നു ഗൈസ്, ഞാനത്തെ കയറുകയും ചെയ്തു കേട്ടോ. എനിക്കറിയത്തില്ല, എനിക്കിങ്ങനെ നാണം വന്നിട്ട് മേലായിരുന്നു, നാണവും വരുന്നുണ്ട്. പിന്നെ അതിവിടെ കടന്ന് പൊട്ടിപ്പോണ്ടല്ലോ എന്ന് ഓർത്ത് ലാസ്റ്റ് അതിനകത്ത് നിങ്ങൾ ഇറങ്ങിപ്പോന്നു കേട്ടോ. അവിടെ ഇരിക്കുന്നവരൊക്കെ നമ്മളെ തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒറ്റ ഒരു ഓട്ടമായിരുന്നു കേട്ടോ. ഇടം വലം നോക്കി. അതിനാണെങ്കിൽ വെള്ളത്തിലിറങ്ങാത്ത ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ചക്കി പറഞ്ഞു നമുക്കിവിടെ നിന്ന് വെള്ളം കണ്ടിട്ട് പോകാം, വെള്ളം വീഴുന്നത് കാണിച്ചു തരാം, എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇറക്കാമെന്ന് പറഞ്ഞു കേട്ടോ. കുറേ നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് വെള്ളം വരുന്നു കേട്ടോ. വെള്ളം ഇങ്ങനെ വീഴുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. യാദൂട്ടൻ്റെ മുഖത്തൊക്കെ തെറിച്ചു ഗൈസ്. അവനാണെങ്കിൽ പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ മുഖത്തൊക്കെ തെറിച്ച് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അതികലശലായിട്ട് വിശപ്പിൻ്റെ വിളി അങ്ങ് വന്നപ്പോഴത്തേനും നമ്മൾ ആ പാർക്കിൽ നിന്ന് അങ്ങ് ഇറങ്ങി കേട്ടോ. എന്നിട്ട് യാദോട്ടനെ വിളിച്ചിട്ട് ഞാൻ യാദോട്ടനോട് ചോദിച്ചേ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് തന്ന ഒരു ഉമ്മയാണ് ഗൈസത്. അപ്പം ഞാനും യാദോട്ടനും കൂടെ ഫുഡ് അന്വേഷിച്ച് അതുവഴി തേരാപ്പാല ഇങ്ങനെ ഓരോന്ന് കൗണ്ടറും നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നേ. ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ നടന്നാലും നമ്മുടെ മനസ്സൊരു സ്ഥലത്ത് ഉടക്കി കിടക്കുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും അവിടെ വന്നേ നിൽക്കത്തുള്ളൂ. എന്നാലും വന്ന സ്ഥിതിക്ക് ഒന്ന് അതുവഴിയൊക്കെ ചുറ്റി കറങ്ങണമല്ലോ. ഈ ചെറുക്കന് പൊക്കം വെച്ച് ഗൈസ്. ചെറുക്കൻ എന്നോട് എടുക്കാൻ പറയുമ്പോൾ ഞാൻ പറയുവേ കെട്ടിക്കാനായ ചെറുക്കനെയാണോ ഞാൻ എടുക്കുന്നതെന്ന്. ഇപ്പം ചെറുക്കൻ എന്നോട് ചോദിക്കുന്നത് എന്നെ എപ്പോഴും അമ്മയെ കെട്ടിച്ച് വിടുന്നതെന്ന്. കാലം പോയൊരു പോക്ക്. കല്യാണക്കാരിയൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്കിപ്പോൾ അവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കോട്ടൺ ക്യാൻഡി ആട്ടോ, അതങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കാം. അത് വാങ്ങിച്ചു കൊടുത്ത് എവിടെയെങ്കിലും കൊണ്ടങ്ങ് ഇരുത്തി കഴിഞ്ഞാൽ കുറച്ച് നേരത്തിന് ഒരു ശല്യം ഇല്ലാതെ അവിടെ അങ്ങ് ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാദവിൻ്റെ കോട്ട തീർന്നെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അങ്ങനെ കുറേ നേരം കാത്തിരുന്നിട്ട് ഫൈനലി നമ്മുടെ ഷവർമ ഇങ്ങ് വന്നു കേട്ടോ. നമ്മൾ ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അൾട്ടാസ എന്നായിരുന്നു, നല്ല ഷവർമയായിരുന്നു. നമ്മൾ ഇവിടുന്ന് കഴിച്ചതിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷവർമയായിരുന്നു കേട്ടോ. അപ്പം നമ്മളതെല്ലാം കഴിച്ചു. അപ്പുറത്തിരുന്ന് ചെറുക്കം കഴിക്കുന്ന കണ്ടിട്ടൊരു ത്വര തോന്നിയിട്ട് അവൻ്റെ നിന്ന് വാങ്ങിച്ച് കഴിച്ചതാണേ. പക്ഷെ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. അവൻ എന്നോട് പറയുന്നുണ്ട് അമ്മയെ കുറച്ച് കഴിച്ചാൽ മതി, ഷുഗർ പിടിക്കുമെന്ന്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പം നമുക്കെന്താ, വീട്ടിൽ ചെല്ലണം, കയറി കിടന്നുറങ്ങണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.